നമസ്കാരം. ഓം ഗുങ്കുരുഭ്യോ നമ, ഗംഗണപതേ നമ, ആധാരശക്തേ നമ, മൂലപ്രകൃതേ നമ, ആദികൂർമായ നമ, അനന്തായ നമ, പൃഥിവ്യേ നമ, പംപത്മായ നമ, ഓം ഹ്രീം ഗം സർവശക്തികമലാസനായ നമ. ഓം വിഘ്നേശം സബരശതാഷപടിഗദന്തോല്ലസല്ലടുകൈ ദോർഭിപാശശ്രണിസദന്തവരദാടർവാജദർഭീരിത ചുണ്ടഗ്രഹിതബീജപുരമുരുകുക്ഷിം ത്രേഷ്ണം സംസ്മരേത് സിന്ദൂരാഭമിഭാസ്യം ഇന്ദുശകലാദ്യ കൽപ്പാമബ്ജാസനം. ഓം വിഘ്നേശ്വരായ നമ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ച്. 1201 മേടമാസം 1-ാം തീയതി മുതലുള്ള ഒരു പൊതുഫലം. അതിനു മുമ്പായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നിലവിളക്കിൻ്റെയും കണിക്കൊന്നയുടെയും പ്രഭയിൽ കുതിച്ചുയരുന്ന പ്രഭാതങ്ങൾ. പ്രകൃതി അതിൻ്റെ സ്വർണ്ണപ്പട്ടൊടുത്ത് കണിക്കൊന്നകളെ പൂജോടിച്ചു നിൽക്കുന്ന ഈ സുന്ദരമായ മേടമാസപ്പുലരിയിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ അർപ്പിക്കുക. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. പകലും രാത്രിയും തുല്യമാകുന്ന ഈ ദിനം നമ്മുടെ ജീവിതത്തിലും ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഭൂതകാലത്തെ കൈപ്പുള്ള അനുഭവങ്ങളെ വിസ്മരിച്ചിട്ട് വരാനിരിക്കുന്ന നന്മകളെ കണി കാണാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷത്തെ വിഷുഫലം കേവലം ഒരു പ്രവചനമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടാകാവുന്ന വേലിയേറ്റങ്ങളെയും ഇറക്കങ്ങളെയും മുൻകൂട്ടി കണ്ട് വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു ദിശാസൂചനയാണത്. യുക്തിയും വിശ്വാസവും കൈകോർക്കുന്ന ഈ വേളയിൽ 2026 ഏപ്രിൽ മുതൽ 2027 ഏപ്രിൽ വരെയുള്ള ഒരു വർഷക്കാലം ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 2026 ഗ്രഹനിലയും ആഗോള മാറ്റങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ്. കുംഭത്തിൽ നിന്നും ശനി മീനത്തിലേക്ക് മാറുന്നതും വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതും ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തും. രാഷ്ട്രീയമായി ഭരണമാറ്റങ്ങൾക്കും സാമൂഹികമായി പുതിയ വിപ്ലവങ്ങൾക്കും ഈ വർഷം സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. കൃഷിയിലും സാങ്കേതികവിദ്യയിലും ഭാരതം വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പറയാനുള്ളത്. നമുക്കിനി ഓരോ രാശിക്കാർക്കുമുള്ള സമഗ്രമായ ഫലത്തെക്കുറിച്ച് പരിശോധിക്കാം. ആദ്യമായി പരിശോധിക്കുന്നത് മേടൻ രാശി നക്ഷത്രങ്ങളുടെ ഫലത്തെക്കുറിച്ചാണ്. ഈ ഒരു വർഷക്കാലയളവ് നീണ്ടു നിൽക്കുന്ന ഒരു പൊതുഫലമാണ് നമ്മൾ ഓരോ രാശിക്കാർക്കും വേണ്ടി ഈ വീഡിയോയിലൂടെ നൽകുന്നത്. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികക്കാൽ വരുന്ന ഈ മേടൻ രാശിയിൽപ്പെട്ടവർക്ക് ജന്മരാശിയിൽ സൂര്യൻ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. തേജസ്സും കീർത്തിയും വർദ്ധിക്കുന്ന ഒരു സമയമാണ് മേടൻ രാശിക്കാർക്ക്. അവിചാരിതമായ ധനയോഗമുണ്ട്. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലൊക്കെ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദാമ്പത്യ കാര്യങ്ങൾ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പരസ്പരം സഹകരിച്ച് സംരക്ഷിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യവും സമ്പത്തും പൊതുവെ മേടൻ രാശിക്കാർക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാകുക. നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. ഇടവൻ രാശി, കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈരമര, ഇതാണ് ഇടവൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമാണ് കേട്ടോ. വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണാം. കണ്ണുകൾക്കും പല്ലുകൾക്കും അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യപരമായി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഇടവൻ രാശിയിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മിഥുനൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ്. സാമ്പത്തികമായി ഭദ്രതയുണ്ടാകും ഈ അവസരത്തിലെന്നാണ് മിഥുനൻ രാശി നക്ഷത്രങ്ങളുടെ ഒരു പൊതുഫലം പറയുന്നത്. പഴയ കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നാണ് കാണുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതിയും
അധികാര സ്ഥാനങ്ങളിലേക്ക് പ്രവേശനവും അതുപോലെ തന്നെ സ്ഥാനലബ്ധിയുമൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടകൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഈ വിഷുഫലത്തിൽ കർക്കിടകൻ രാശി നക്ഷത്രങ്ങളിലെ പുണർതം, മുക്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പറയുമ്പോൾ വ്യാഴം അനുകൂലമായതിനാൽ ഗജകേസരി യോഗത്തിൽ സമാനമായ ഗുണങ്ങളാണ് ഈ അവസരത്തിൽ ഈ നക്ഷത്രങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത. അതീവ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഉണ്ടാകുക. അധികാര സ്ഥാനങ്ങളിലെത്താനുള്ള യോഗം പ്രത്യേകിച്ച് ഈ ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകും, ബന്ധുജനങ്ങളുടെ സഹകരണം ഉണ്ടാകും, വിവാഹാദി കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടക്കാനോ വീട് വയ്ക്കാനോ ഒക്കെ തന്നെ അനുകൂലമായൊരു സമയം കൂടിയാണിത് കേട്ടോ. വീണ്ടും നമുക്ക് പരിശോധിക്കാം ചിങ്ങൻ രാശി നക്ഷത്രങ്ങൾ. മകം, പൂരം, ഉത്രം, കാൽഭാഗം. സഹപ്രവർത്തകരിൽ നിന്ന് വലിയ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വലിയ ലാഭം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത്. ദൂരയാത്രകൾ എപ്പോഴും നിങ്ങൾക്ക് ഫലപ്രദമായി തീരുമെന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശയാത്ര അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നവർക്ക് ബിസിനസ് സംബന്ധമായെങ്കിൽ തീർച്ചയായും അതൊരു വലിയ വിജയമായിരിക്കുമെന്നാണ് പറയാനുള്ളത്. ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും വഴിപാടുകൾ എത്താനുമുള്ള സമയം നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശമെന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കന്നി രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, അര എന്നിവയാണ് കന്നിരാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ വിഷുഫലത്തിൽ പറയുമ്പോൾ കന്നിരാശി നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനമാണ് ഏറ്റവും പ്രധാനമായി അവർക്ക് ലഭിക്കുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാനസികമായ സമ്മർദ്ദങ്ങൾ കുറഞ്ഞു പോകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. പ്രണയവിവാഹമുണ്ടെങ്കിൽ അതിനൊക്കെ വീട്ടുകാരുടെ സമ്മതം ലഭിക്കുന്നൊരു സമയമാണ്. വഞ്ചനകളിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടുകെട്ടുകളിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഞ്ചനയോ ദുരനുഭവങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കന്നിരാശി നക്ഷത്രക്കാർ എപ്പോഴും അക്കാര്യത്തിലൊക്കെ ഒരു ജാഗ്രത ഉണ്ടാകേണ്ട സമയമാണ് കേട്ടോ. വീണ്ടും പറയാം, തുലാം രാശി നക്ഷത്രങ്ങൾ. ചിത്തിരയര, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാം രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. വരുമാനം വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ് തുലാം രാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചത്. പക്ഷേ ചെലവ് കൂടാനും സാധ്യതയുണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വന്നു ചേരുക എന്നും പറയേണ്ടതായിട്ടുണ്ട്. സഹോദരങ്ങളുമായി വലിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറിപ്പോകുമെന്നാണ് കാണുന്നത്. വീട് പുതുക്കിപ്പണിയാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യരംഗം പറയുകയാണെങ്കിൽ നടുവേദനയ്ക്കും അസ്ഥിരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ ചെറിയ രോഗങ്ങളും പീഡകളും ഒക്കെ തന്നെ നിങ്ങൾ അലട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ അനിവാര്യമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ചെറിയ രോഗങ്ങളോ കാര്യങ്ങളോ വരിക തീർച്ചയായും വൈദ്യസഹായം തേടാൻ മടിക്കേണ്ടതില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്. വിഷുഫലത്തിൽ നമ്മൾ വീണ്ടും പരിശോധിക്കുന്നത് വൃശ്ചികൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. വിശാഖം, കാൽപ്പാകം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികൻ രാശി നക്ഷത്രങ്ങൾ. ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന ഒരു സമയമാണ് വൃശ്ചികൻ രാശി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉള്ളത്. കോടതി അതുപോലെ കേസുകളിലൊക്കെ തന്നെ അനുകൂലമായ വിധി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുമെന്നുള്ളതാണ് കാണാനുള്ളത്. സന്താന ഭാഗ്യവും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും കുട്ടികൾ ജനിക്കാൻ സാധ്യത ഈ അവസരത്തിലുണ്ട് കേട്ടോ. യുക്തിയും ബുദ്ധിയുമൊക്കെ വൈകാരികമായ അല്ല സ്വീകരിക്കേണ്ടത്. ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. ഇതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് പറയാം. വീണ്ടും പരിശോധിക്കുന്നത് ധനുരാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗമാണ് ധനുരാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. വീട്ടിൽ ഐശ്വര്യമുണ്ടാകുന്നൊരു സമയമാണ്. ഉന്നത വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികം നിറയെ വന്നു ചേരാനുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പുതിയ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ രാശി നക്ഷത്രക്കാർക്ക് പറയാനുള്ള ഒരു സമയമെന്ന് പറയുന്നത്. വീണ്ടും പരിശോധിക്കുന്നത് മകരൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, അര ഇവയാണ് മകരൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. പരിവർത്തനത്തിൻ്റെ ഒരു സമയമാണ്. ശനിദോഷം മാറും. അതിനാൽ തന്നെ വലിയ ആശ്വാസവും ഈ മകരൻ രാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ ഉണർവിനുള്ള സാധ്യതയുണ്ട്.
പങ്കാളികളുമായി വിദേശയാത്രയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിയുമായി ഭാര്യയോ മക്കളോ ഒക്കെ ആയിട്ട് തന്നെ വിദേശയാത്രയ്ക്കുള്ള സാധ്യതയും ഈ അവസരത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ദൂരയാത്രയാകാം. അവിചാരിതമായി നിങ്ങൾക്ക് പിതൃസ്വത്ത് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തർക്കങ്ങളിലോ കാര്യങ്ങളിലൊക്കെ കെട്ടുപെട്ട് കിടന്ന് അത് പരസ്പരം സഹകരിച്ച് പാകം വെച്ചൊക്കെ നിങ്ങളിലേക്ക് അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഈ അവസരത്തിൽ കാണുന്നത്. കുംഭൻ രാശി നക്ഷത്രങ്ങളുടെ ഫലം പരിശോധിച്ചാൽ കുംഭൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗമാണ് കുംഭൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. 7:30 ശനി തുടങ്ങുന്നതിനാൽ കഠിനാധ്വാനം അനിവാര്യമായൊരു സമയമാണ് കേട്ടോ. മാനസികമായ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെഡിറ്റേഷൻ ശീലമാക്കേണ്ട ഒരു സമയമാണ്. അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകാതെ എല്ലാ കാര്യങ്ങളും പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല കാഴ്ചപ്പാടോടുകൂടി തന്നെ ജീവിക്കാനും ഇടപെടാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ട ഒരു സമയം കൂടിയാണിത്. അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് മീനൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനൻ രാശി നക്ഷത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ആഴ്ചയിലും വാരഫലം കൃത്യമായി നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അതുപോലെ പൊതുപ്രസക്തിയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ പരമാവധി പങ്കുവയ്ക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് താഴെയും നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ കൂടെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ചാനലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയച്ചാൽ നിങ്ങൾക്ക് ആ കാര്യത്തിലുള്ള പരിഹാരാധികാരികൾ നിർദ്ദേശിക്കാനും ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്ന് അറിയിക്കുകയാണ്. മീനൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശനി രാശിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നതോടെ വലിയ ഒരു പുരോഗതിയുടെ വർഷമാണിത്. ജോലിയിൽ സ്ഥാനമാറ്റത്തിന് സാധ്യതയുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്ത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നൊരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇതുവരെ കണ്ടത് ഓരോ രാശിക്കാരുടെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഏകദേശ ഫലത്തിൻ്റെ രൂപമാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ജ്യോതിഷം ഒരിക്കലും ഒരു വിധിയെഴുത്തല്ല, അതൊരു വഴികാട്ടി മാത്രമാണ്. വിശ്വാസം രക്ഷതി എന്ന് പറയുന്നത് പോലെ ശുഭാപ്തി വിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നേറുന്നവർക്ക് ഏത് കഠിനമായ ഗ്രഹപ്പിഴയെയും അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വർഷം പൊതുവെ എല്ലാവരും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വിഷുവും നമുക്ക് നൽകുന്ന സന്ദേശം പങ്കുവെക്കേണ്ടതാണ്. വിഷു കൈനീട്ടം നൽകുന്നത് പോലെ സ്നേഹവും കാരുണ്യവും മറ്റുള്ളവരിലേക്ക് പകരുക. ഗ്രഹനിലയിൽ അല്പം മന്ദതയുള്ള രാശിക്കാർ നിരാശപ്പെടേണ്ടതായിട്ടില്ല. ശരിയായ കർമ്മവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിധി മാറ്റിയെഴുതാനുള്ളൊരു സമയം കൂടെയാണ്. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളുടെയും ഐശ്വര്യത്തിൻ്റെയും പൂത്തരികൾ കൊളുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷു ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.